ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2021 റിലീസായ ദ മാസ്റ്റർ പ്ലാൻ എന്ന ഒരു ജാപ്പനീസ് കഥയാണ്. ഈ കഥയ്ക്ക് ദ എൻഡ് ഓഫ് ദ ടൈനി വേൾഡ് എന്നും പേരുണ്ട്. ഇത് വളരെ രസകരമായ കഥയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. കഥ തുടങ്ങുന്നത് ഒരു സ്കൂളിലേക്ക് പുതിയ വിദ്യാർത്ഥിയായി എത്തുന്ന യോക്കിയെ കാണിച്ചുകൊണ്ടാണ്. യോക്കി പുതിയൊരു സ്കൂളിൽ എത്തുന്നതിന്റെ എല്ലാ അമ്പരപ്പുകളോടും കൂടി ആ ക്ലാസ്സിൽ അങ്ങനെ സെൽഫ് ഇൻട്രോയ്ക്ക് വേണ്ടി നിൽക്കുന്നു. മിസ്സിനെയും കുട്ടികളെയും സാക്ഷിയാക്കി അങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവൾ പതിയാണ് പറയുന്നത്. നാണവും ടെൻഷനും ഒക്കെ കാരണം നന്നായി അവൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അടുത്ത് നിന്ന മിസ് ഒച്ചത്തി പറ, ഉറച്ചു പറ എന്നിങ്ങനെ അവളെ വല്ലാണ്ട് ഫോഴ്സ് ചെയ്യുന്നുമുണ്ട്. അങ്ങനെ മൊത്തത്തില് അവൾ ഉള്ള പേടിയുടെ കൂടെ കുറച്ചുകൂടെ പേടി കൂടി പേടിച്ചു വരച്ച് നിൽക്കുന്നത് ആ ക്ലാസ്സിലെ മാക് എന്ന പയ്യൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ പെട്ടെന്ന് അവൾക്ക് ഒന്ന് റിലാക്സേഷൻ ആവാനായി ഒരു കൂൾ ഡ്രിങ്ക്സിന്റെ അവൾക്ക് എറിഞ്ഞു കൊടുത്ത ശേഷം അത് പൊട്ടിക്കാനായി പറയുന്നു. അവളും അത് കറക്റ്റായി ക്യാച്ച് ചെയ്ത് പൊട്ടിക്കുന്ന സമയത്ത് ആ പയ്യൻ ആ ക്യാൻ നന്നായി ഷേക്ക് ചെയ്താണ് അവൾക്ക് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അവൾ അത് പൊട്ടിക്കുമ്പോഴേ അകത്തുള്ള കൂൾ ഡ്രിങ്ക്സ് എല്ലാം ചീറ്റി തെറിക്കുന്നു. അത് നേരെ ചെന്ന് വീഴുന്നത് മിസ്സിന്റെ ദേഹത്താണ്. മിസ് നനഞ്ഞു കുളിച്ചു. അവൻ മനഃപൂർവ്വം മിസ്സിനിട്ട് ഒരു പണി കൊടുത്തത് തന്നെയാണ്. എന്തായാലും അതിന്റെ പേരിൽ അവനെ പണിഷ് ചെയ്യാനായി സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അവൻ നന്നായി പഠിക്കുന്ന ഒരു പയ്യനാണ്. പക്ഷെ ഇതേപോലെ നല്ല കുരുത്തക്കേടും കയ്യിലുണ്ട്. ചുമ്മാ മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്തും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ ടൈം പാസ് ചെയ്യുന്നതാണ് അവന്റെ പ്രധാന പരിപാടി. അതുമായി ബന്ധപ്പെട്ട് അവന്റെ കയ്യിൽ കുറച്ച് ആലുകുലത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ മിസ് വാങ്ങിച്ചു വെക്കുന്നു. എന്തായാലും മാക്കിന്റെ ആ പ്രവൃത്തി യോക്കിയെ വല്ലാതെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മിസ് ചുമ്മാ അവളെ ഒരു പുതിയ വിദ്യാർത്ഥിയാണെന്ന് ആ ഒരു പരിഗണന കൊടുക്കാതെ പേടിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ നടന്നത്. എന്തായാലും അവൾ അതിന്റെ പേരിൽ മാക്കുമായി കൂട്ടുകൂടാനായി ആഗ്രഹിച്ചു. മാക്കിന് മറ്റൊരു ഫ്രണ്ട് ഉണ്ട്, കിഡ. അങ്ങനെ കിഡ യോക്കി മാക്ക് വരാനായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം അവളെ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു. ആ സമയത്താണ് താനും മാക്കും ഒരേ ഓർഫനേജിൽ പഠിച്ചു വളർന്നവരാണെന്ന കാര്യം അവൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ താനും ഒരു അനാഥയാണെന്ന കാര്യം യോക്കി പറയുന്നു. അവൾ ഈ പുതിയ സ്കൂളിലേക്ക് വന്നത് ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതൊരു തുടക്കമായിരുന്നു. മാക്കിന്റെയും കിഡയുടെയും ആ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിലേക്ക് അതിനുശേഷം യോക്കിയും ഇടം പിടിക്കുന്നു. ആ ഒരു സൗഹൃദം യോക്കിയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവളും അവരെ പോലെ അലമ്പ് കാണിക്കാനൊക്കെ തുടങ്ങി. അവളാകട്ടെ അവളുടെ പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് പണ്ടത്തെ സ്കൂളിൽ ഒരുപാട് ഉപദ്രവം മറ്റു കുട്ടികൾ മൂലം അവൾക്ക് മാനസികമായൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ദേഷ്യം വരുന്ന ഇവന്മാര് അവളെയും കൂട്ടി ആ പയ്യന്മാരോട് ചോദിക്കാനായി പോകുന്നു. അങ്ങനെ യോക്കിക്ക് വേണ്ടി അവന്മാരോട് അടി ഉണ്ടാക്കുകയും പോലും ചെയ്യുന്ന കാണുമ്പോൾ അവൾക്ക് തനിക്കും അങ്ങനെ ചോദിക്കാനും പറയാനും ആൾക്കാരായി എന്ന വലിയ സന്തോഷം വരുന്നു. അങ്ങനെ ഇവരുടെ സൗഹൃദം മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകുന്നു. ദിവസങ്ങൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കടന്നു പോകുന്നു. ഇപ്പോൾ ഈ 3 പേരും ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇത്രയും നാള് തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സൗഹൃദം ഇതിലും ശക്തമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെയും ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. തന്റെ കൂട്ടുകാരെന്നും തന്റെ കൂടെ വേണമെന്നും യോക്കി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ അവർ കോളേജ് വിദ്യാർത്ഥികളാണ്. ആ ഒരു സമയത്ത് ഒരു ദിവസം യോക്കിയും കിടയും ഒന്നിച്ച് നടന്നു വരുമ്പോ യോക്കിയെ ആദ്യമായി കണ്ട ആ ഒരു സമയം തൊട്ട്, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അവളോട് ഒരു ക്രഷ് അടിച്ചിട്ടുണ്ടായിരുന്ന കിഡ വർഷങ്ങൾക്ക് ഇപ്പുറം ആ ഒരു ഇഷ്ടം അവളോട് തുറന്നു പറയാനായി തീരുമാനിക്കുന്നു. ആ സമയത്താണ് അവനെ അമ്പരപ്പിക്കുന്ന മറുപടി അവൾ കൊടുത്തത്. മറ്റൊന്നുമല്ല, കിഡ പ്രപ്പോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മാക് അവളെ പ്രപ്പോസ് ചെയ്തിരുന്നുവെന്നും അവൾ അത് അക്സെപ്റ്റ് ചെയ്ത് തങ്ങളിപ്പോ റിലേഷനിലാണ് എന്നതുമാണ്. പക്ഷെ അത് ഇവനോട് രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. എന്തായാലും അത് കേൾക്കുമ്പോൾ അവനൊരു നിരാശ വരുന്നുണ്ടെങ്കിലും തന്റെ 2 ഫ്രണ്ട്സും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നോർത്ത് അവൻ അത് പിന്നെ കാര്യമാക്കുന്നില്ല. അങ്ങനെ ഇപ്പോ വീണ്ടും ദിവസങ്ങൾക്കിപ്പുറം നമ്മൾ കാണുമ്പോൾ കിഡയും മാക്കും ഒരു വർക്ക്ഷോപ്പിൽ ഒന്നിച്ച് ജോലി ചെയ്യാണ്. അവർ നല്ല സുഹൃത്തുക്കളായി ഇപ്പോഴും ഒന്നിച്ച് തന്നെയുണ്ട്. മാക് യോക്കിയെ ഫോർമലായി പ്രപ്പോസ് ചെയ്യാൻ പോവുക, അതിന് നീ എന്നെ സഹായിക്കണമെന്നെല്ലാം കിഡയോട് പെട്ടെന്നൊരു ദിവസം ആവശ്യപ്പെടുമ്പോൾ അവൻ ഓൾറെഡി ഇവരുടെ റിലേഷന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് വലിയ അമ്പരപ്പൊന്നും ഇല്ലായിരുന്നു. കൂടാതെ തന്റെ ഫ്രണ്ട് എന്ത് പറഞ്ഞാലും ചെയ്യാൻ അവൻ തയ്യാറുമായിരുന്നു. അങ്ങനെ ഒരു പ്രപ്പോസൽ സീനൊക്കെ ഇവർ പ്ലാൻ ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആംബിയൻസിന് വേണ്ടി ഫയർ വർക്ക്സ് വേണമെന്നും അവിടെ ഒരു സാന്റാക്ലോസിനെ പോലെ ഡ്രസ് ചെയ്ത് കിഡ നിൽക്കണമെന്നും എല്ലാം മാക് പറയുമ്പോൾ അവൻ അതേപടി ചെയ്യാൻ തയ്യാറാവുന്നു. അങ്ങനെ ആ ദിവസം വേണ്ട അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു വെച്ച് അങ്ങോട്ടേക്ക് പറഞ്ഞുറപ്പിച്ചത് പ്രകാരം യോക്കി വരുന്നതും കാത്ത് അവിടെ 2 പേരും നിൽക്കുന്നു. ഷെയർ നേരമായിട്ടും യോക്കിയെ കാണാതെ മാക് ഞാനൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ കിഡ അവിടെ തന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ മാക് പോയിട്ട് തിരിച്ചു വരേണ്ട സമയമായിട്ടും അവനെയും കാണാതെ ആവുമ്പോൾ ടെൻഷൻ ആവുന്ന കിഡ അന്വേഷിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഇവർ സ്കൂൾ കാലഘട്ടം മുതലേ പലപ്പോഴായി ക്രൂസ് ചെയ്തിട്ടുള്ള അതേ റോഡിലാണ് ഇപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ച നിലയിൽ യോക്കിയെ കാണുന്നത്. അന്നും ഇതുപോലെ ഈ വഴി പോകുമ്പോൾ പട്ടിയൊക്കെ വണ്ടി ഇടിച്ച് തെരുവിൽ ഇങ്ങനെ ചോര വാർന്ന് മരിച്ചു കിടക്കുന്നതൊക്കെ കാണുമ്പോൾ യോക്കി ഈ പട്ടിക്കുട്ടിയായാലും അതൊരു മനുഷ്യന്, അതൊരു ജീവനല്ലേ, ഒരു വിലയില്ല ജീവനെന്നെല്ലാം അവള് സങ്കടപ്പെടാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള അവൾ അതേ സ്ഥലത്ത് അതേ രീതിയിൽ മരിച്ചു കിടക്കുന്നത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. എന്തായാലും അവളുടെ മരണം കിഡയെയും മാക്കിനെയും വിഷമിപ്പിക്കുന്നു. മാക്ക് അവൻ അവളെ
പ്രപ്പോസ് ചെയ്യാനായി വാങ്ങിയ റിങ് പോലും കയ്യിൽ വെച്ച് വിതുമ്പുകയാണ്. അവൻ ഇതൊട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ജീവിക്കാൻ ഒരു പ്രേരണയില്ലാത്ത രീതിയിൽ അവൻ വളരെ മൂകമായി പോകുന്നുണ്ട് അവളുടെ മരണശേഷം. എന്തായാലും അങ്ങനെ ഇവർ വർക്ക്ഷോപ്പിൽ ഉള്ള ഒരു ദിവസം അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി എത്തുന്നു. അവളുടെ പേര് ലിസ എന്നാണ്. അവൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു ചുമന്ന കാറാണ്. അതിൽ എന്തിനോ ഇടിച്ച രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്നതാണ് അവളുടെ ആവശ്യം. പക്ഷെ വർക്ക്ഷോപ്പ് ഓണർ ഇത് ആരോ ഇടിച്ചതുപോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാതെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ചെയ്തു തരില്ല എന്ന് പറയുമ്പോൾ ഞാനൊരു പട്ടിയെ ഇടിച്ചതാണ്, അതിനൊക്കെ എന്തിനാ വെറുതെ പോലീസ് കേസിലൊക്കെ പുറകെ പോകുന്നത്, ഞാൻ എത്ര കാശ് വേണേലും തരാന്നൊക്കെ അവള് പറയുമ്പോൾ കാശിന്റെ കാര്യം കേൾക്കുന്ന ഓണർ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ കാറിന്റെ കാര്യമൊക്കെ പറഞ്ഞേൽപ്പിച്ച് ലിസ അവിടെ നിന്ന് പോകാനായി നിൽക്കുമ്പോൾ ഇതെല്ലാം കേട്ട് അവിടെ ഉണ്ടായിരുന്ന മാക്ക് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളോട് സംസാരിച്ച് കമ്പനി ആകാനായി നോക്കുന്നു. അവനൊരു സാധാ മെക്കാനിക് ആയതുകൊണ്ട് അവൾ അവനൊരു വിലയും കൊടുക്കാതെ മൈൻഡ് ആക്കാതെ പോകാൻ നോക്കുമ്പോൾ കുട്ടിക്കാലം മുതലേ ആളുകളുടെ അടുത്ത് ഇറക്കാറുള്ള ചെപ്പടി വിദ്യകളൊക്കെ ഇറക്കി മാക്ക് അവളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അങ്ങനെ ലിസ അവിടെ നിന്ന് പോയ ശേഷം ഇവന്റെ ഉദ്ദേശം കണ്ട് എന്തിനാ ഇപ്പൊ നീ അവളുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നത്, നീ ഇന്നലെ അവളെ ആദ്യമായിട്ട് കാണുന്നത് എന്നെല്ലാം കിട തിരക്കുമ്പോ എനിക്കെന്തോ അവളെ കണ്ടപ്പോഴേ അങ്ങ് ഇഷ്ടമായി, കല്യാണം കഴിക്കാൻ തോന്നുന്നെല്ലാം മാക്ക് പറയുന്നു. കുറച്ചു നേരം മുന്നേ വരെ യുകിയുടെ മരണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരുന്ന അവൻ പെട്ടെന്ന് ലിസയെ കണ്ടപ്പോ ഇങ്ങനെ മലക്കം മറിഞ്ഞത് കിടയെ അമ്പരപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ അതിനെപ്പറ്റി പറയാതെ ആ പെണ്ണ് നല്ല കാശുള്ള വീട്ടിലാ, നിനക്കത് സെറ്റ് ആവോടാന്ന് ചോദിക്കുമ്പോ ഒന്ന് ആലോചിച്ച ശേഷം സെറ്റ് ആക്കിയേ പറ്റൂന്ന് മാക്കും പറയുന്നു. അവൻ പിന്നീട് എന്തൊക്കെയോ കാര്യങ്ങളുടെ പ്ലാനിങ്ങിലായിരുന്നു. അതിനുശേഷം ആലോചിച്ച് തീരുമാനിക്കുന്ന അവൻ ഈ മെക്കാനിക് ജോലി അങ്ങ് രാജിവെക്കുകയാണ്. അതിന്റെ കത്തെഴുതി വെച്ച് അവൻ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷനാവുന്നു. അവൻ ഇങ്ങനെ പോകുന്ന കാര്യമോ ജോലി ഉപേക്ഷിക്കുന്ന കാര്യമോ കിട അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് മാക്ക് പോയ ശേഷം അവന്റെ ഒരു വിവരവും കിടയ്ക്കുണ്ടായിരുന്നില്ല താനും. എന്തായാലും അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നു പോകുന്നു. അതിന്റെ ഇടയിൽ റോഡ് വികസനത്തിന്റെ ഭാഗമായി കിട ഇപ്പൊ ജോലി ചെയ്യുന്ന ആ വർക്ക്ഷോപ്പ് പൊളിച്ചു നീക്കേണ്ടി വരുന്നു. ആ സാഹചര്യത്തിൽ അവിടെ നിന്ന് ജോലി നഷ്ടപ്പെടുന്ന കിട ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ അവനെ വളരെ താല്പര്യമുണ്ടായിരുന്ന അവിടുത്തെ ഓണർ അവനൊരു അഡ്രസ്സ് കൊടുത്തിട്ട് നീ ഈ സ്ഥലത്ത് പോകണം, അവിടെ നിനക്കൊരു ജോലിയും നീ ആഗ്രഹിക്കുന്ന കാര്യവും നേടാൻ സാധിക്കുമെന്ന് പറയുന്നു. കാരണം കിടയെ നന്നായി മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു ഓപ്ഷൻ അവന് പറഞ്ഞത്. അങ്ങനെ അവൻ അഡ്രസ്സിലേക്ക് ചെല്ലുമ്പോൾ അവിടെ അവൻ കാണാൻ നിൽക്കുന്ന ആള് ഒരു നിസ്സാരക്കാരനല്ലെന്നും അയാൾ പൊതുവെ ഒരു ബിസിനസ് നടത്തുന്നതിനോടൊപ്പം തന്നെ വളരെ ഇല്ലീഗലായ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പുള്ളിക്കാരൻ ഒരു സംഘ തലവനാണ്, ഗുണ്ടാപ്പണിയും ഒക്കെ ഉണ്ട് എന്നത് മനസ്സിലാക്കുന്ന അവൻ താൻ ആഗ്രഹിക്കുന്ന കാര്യവും ഇവിടെ നിന്ന് നേടാൻ കഴിയുമെന്ന് തന്റെ പഴയ മുതലാളി പറഞ്ഞത് എന്താണെന്ന് അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവിടെ ഇവനൊരു ജോലി ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ഇവിടുത്തെ കോണ്ടാക്ട് വഴി അവൻ കാണാൻ ആഗ്രഹിക്കുന്ന അവന്റെ സുഹൃത്ത് മാക്കിനെ അവന് എളുപ്പമെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ മുതലാളി പറഞ്ഞു വിട്ട പോലെ തന്നെ അവിടെ എത്തുന്നവൻ അവിടെ ജോലിക്ക് ചേരുകയും അവിടെ നിൽക്കുന്നതിന്റെ ഇടയിൽ മാക്കിനെ അന്വേഷിക്കുകയും ഒടുക്കം കണ്ടെടുക്കുകയും ചെയ്യുന്നു. ഇവൻ നോർമലായ ഒരു വർക്ക്ഷോപ്പിൽ നിന്നായിരുന്നെങ്കിൽ ഒരിക്കലും ഇവനിപ്പോ മാക്കിനെ ഈ കോണ്ടാക്റ്റുകൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ മാക്കിന്റെ അടുത്തേക്ക് മാസങ്ങൾക്ക് ശേഷം കിട എത്തുമ്പോ മാക് താൻ ആ ജോലി ഉപേക്ഷിച്ചത് തനിക്ക് സമ്പന്നനായി മാറാനാണെന്നും താനിപ്പോ കാശുണ്ടാക്കി അങ്ങനെ പണക്കാരനായി മാറി പണക്കാരിയായ ലിസയെ കല്യാണം കഴിക്കാനായിട്ടുള്ള തത്രപ്പാടിലാണെന്നും പറയുന്നു. ലിസയെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇത്രയേറെ കഷ്ടപ്പാടൊക്കെ എന്തിന് മാക്ക് സഹിക്കുന്നു എന്നൊരു ചോദ്യം അത് കേൾക്കുമ്പോ കിടയുടെ മനസ്സിൽ വരാതിരിക്കുന്നില്ല. ഇപ്പോൾ ഒരു വലിയ ഗ്യാങ്ങിന്റെ കണ്ണിയാണ്, അല്ലെങ്കിൽ ആ ഗ്യാങ്ങിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് കിട എന്ന് മനസ്സിലാക്കുന്ന മാക്ക് അവരുടെ കോണ്ടാക്ട് വെച്ച് തന്നെ കണ്ടുപിടിച്ചതുപോലെ തന്നെ തന്റെ ഐഡന്റിറ്റി മാറ്റി പുതിയൊരാളായി മാറാൻ തന്നെ സഹായിക്കാമോ എന്ന് ചോദിക്കുന്നു. ഇവൻ നിസ്സാരമായ ഒരു കല്യാണത്തിന് വേണ്ടിയല്ല ഇതൊക്കെ ആവശ്യപ്പെടുന്നതെന്ന് അപ്പോഴും കിടയ്ക്ക് ഡൗട്ട് ഉണ്ട്. എന്തായാലും അവൻ മാക്ക് ആവശ്യപ്പെടുന്നത് പോലെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ മാക്കിന് ഒരു വൈൻ കമ്പനി അവൻ സ്വരൂപിച്ചു വെച്ച കാശിന് വാങ്ങാൻ സാധിക്കുന്നു. കാരണം ആ ഒരു കമ്പനിയുടെ മുതലാളി വയസ്സായി വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് പുതുതായി അത് നോക്കി നടത്താൻ അദ്ദേഹത്തിന് ആരില്ല, അതുകൊണ്ട് നിസ്സാര പൈസയ്ക്ക് അത് വിൽക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോവുകയും നല്ല ലാഭകരമായി അത് പോവുകയും അവന്റെ ബിസിനസ് അങ്ങനെ നല്ല ഉയർച്ചയിലേക്ക് വരികയും അവൻ പ്രശസ്തനായി മാറുകയും ഒക്കെ ചെയ്യുന്നു. ഇതേ സമയം അവൻ ലിസയെ പറ്റിയുള്ള കാര്യങ്ങളും കറക്റ്റായി ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. ലിസയുടെ അച്ഛൻ ഒരു ഉന്നത അധികാരിയായ ഗവൺമെന്റ് ഒഫീഷ്യൽ ആണെന്നും ലിസ വലിയൊരു മോഡലാണെന്നും ഒക്കെ മനസ്സിലാക്കുന്ന അവൻ എപ്പോഴും അവരെ ഫോളോ ചെയ്യുന്ന ടീമാണ്. ലിസയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു ബോയ് ഫ്രണ്ട് തനിക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കുന്ന മാക് ബോയ് ഫ്രണ്ടിനെ വിരട്ടി ജീവൻ വേണമെങ്കിൽ ലിസയുമായുള്ള സകല ബന്ധവും ഉപേക്ഷിച്ചു പൊക്കോ എന്ന് ഭീഷണിപ്പെടുത്തി ആ ഒരു റിലേഷൻ അങ്ങ് അവസാനിപ്പിക്കുന്നു. അങ്ങനെ ഇപ്പോ സിംഗിൾ ആയിട്ടുള്ള ലിസയെ പിറകെ നടന്ന് തന്റെ സോഷ്യൽ സ്റ്റാറ്റസും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും തന്റെ മോശമല്ലാത്ത ലുക്കും ഒക്കെ കാണിച്ച് തന്റെ പിറകെ നടത്താനായി മാക്കിന് വലിയ ബുദ്ധിമുട്ട് പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ അവർ ഡേറ്റിംഗ് ആരംഭിച്ചു. ഡേറ്റിംഗ് പതിയെ വിവാഹത്തിലേക്ക് കൊണ്ടുപോകണം എന്ന ഒരു തോന്നൽ പോലും ലിസയ്ക്ക് ആ റിലേഷനിൽ വന്നു തുടങ്ങി. കാരണം അവൾ അത്രയേറെ അവനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ക്രിസ്മസ് അടുക്കുന്ന സമയത്ത് താൻ ക്രിസ്മസ് അന്ന് രാത്രി ലിസയെ പ്രപ്പോസ് ചെയ്യുമെന്ന കാര്യം മാക്ക് കിടയോട് പറയുന്നു. ഇതേപോലെ ഒരു ക്രിസ്മസ് രാത്രിയിലാണ് യോക്കിയെ മാക്ക് പ്രപ്പോസ് ചെയ്യാൻ പോയതും അവൾ മരണപ്പെട്ടത്. അങ്ങനെ എന്തായാലും ഈ പ്രപ്പോസലിന്റെ കാര്യങ്ങൾ പറയുന്ന അവൻ ഒരു കത്ത് കിടയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇത് നിന്റെ ബോസിന് കൊടുക്കണമെന്ന് പ്രത്യേകം പറയുന്നു. ഒപ്പം തന്നെ താൻ പ്രപ്പോസ്
പ്രപ്പോസ് ചെയ്യുന്നത് ലൈവായി ഈ ലോകത്തുള്ള എല്ലാവരും കാണണം. അതിനായിട്ട് പ്രശസ്തമായ ഒരു ടിവിയിൽ അതിന്റെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് നടത്താനായിട്ടുള്ള ഏർപ്പാട് ചെയ്തു തരണമെന്നും മാക്ക് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും കിട സെറ്റ് ചെയ്യുന്നു. അവൻ കൊടുത്തുവിട്ട കത്ത് തന്റെ ബോസിനെ ഏൽപ്പിക്കുമ്പോൾ ബോസ് തിരിച്ചിങ്ങോട്ട് തന്നുവിട്ട പെട്ടി മാക്കിനെ കൊണ്ടുവന്ന് കിട ഏൽപ്പിക്കുന്നു. ഒപ്പം തന്നെ ലൈവ് സ്ട്രീമിങ്ങിനുള്ള കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതൊക്കെ അതീവ രഹസ്യമായിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ആ പ്രപ്പോസൽ ദിവസം, അതായത് ക്രിസ്മസ് രാത്രി വന്നെത്തുന്നു. ക്രിസ്മസ് സ്പെഷ്യൽ ലൈവ് ഉണ്ടെന്ന് ആ ഒരു ടിവിയുടെ ഭാഗമായി എല്ലാ അനൗൺസ്മെന്റുകളും നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്ത് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ് ആണെന്നത് പ്രേക്ഷകർക്കൊട്ട് അറിയുകയുമില്ല. അങ്ങനെ എന്തെങ്കിലും സമയമാകുമ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റാർട്ട് ആവുന്നു. ലൈവായി സ്ക്രീനിൽ ലിസയുടെ ദൃശ്യങ്ങളാണ് വരുന്നത്. ലിസ പോലും അറിയാതെ അവരുള്ള സ്ഥലത്ത് ഒളിക്യാമറ വെച്ച് മാക്ക് ഷൂട്ട് ചെയ്യുന്ന ദൃശ്യങ്ങൾ അങ്ങനെ ലൈവായി ടിവിയിൽ വരുമ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സെലിബ്രേഷൻ ആയിരിക്കും ലൈവായി വരുന്നതെന്ന് കാത്തിരുന്ന പ്രേക്ഷകര് ആദ്യം അമ്പരക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് വളരെ പ്രശസ്തയായ മോഡൽ ലിസയല്ലേ ഈ സ്ക്രീനിൽ വരുന്നത്, എന്താ ഈ കാണുന്നത് എന്ന ആ ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അവരൊക്കെ അത് വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. അങ്ങനെ പ്രപ്പോസൽ ചെയ്യാനായിട്ടാണ് മാക്ക് പോകുന്നതെന്ന് കരുതിയാൽ തെറ്റി. അവൻ അവളോട് അവന്റെ പ്രതികാരത്തിന്റെ കണക്ക് ചോദിക്കാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നടത്തിയതെല്ലാം. അതായത് വർഷങ്ങൾക്ക് മുന്നേ അവൻ ആഗ്രഹിച്ച അവന്റെ ആദ്യ പ്രണയിനിയെ പ്രപ്പോസ് ചെയ്യാനായി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ച സമയത്ത് അവളെ വണ്ടി ഇടിക്കുകയും, എന്നാൽ വണ്ടി ഇടിച്ചിട്ട് ഒരു വിലയുമില്ലാതെ ചോര വാർന്ന് അവൾ മരിക്കട്ടെ എന്ന് കരുതി അവിടെ നിന്ന് മനസാക്ഷി ഇല്ലാതെ പോയത് ലിസയാണെന്ന് അന്ന് അവൾ വണ്ടി റിപ്പയർ ചെയ്യാനായി വർക്ക്ഷോപ്പിൽ എത്തിയപ്പോഴേ ഡൗട്ട് അടിച്ചിരുന്ന മാക്ക് അന്ന് തൊട്ട് ഇന്ന് വരെ പ്ലാൻ ചെയ്ത പ്രതികാരമായിരുന്നു ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. യോക്കി വണ്ടി ഇടിച്ചു കിടന്ന സ്ഥലത്ത് നിന്ന് അവന് കിട്ടിയ ചില സൂചനകൾ അവൻ പിന്നീട് വർക്ക്ഷോപ്പിലെത്തിയ ഈ കാറുമായി ഒത്തു നോക്കിയപ്പോൾ ഈ കാറ് തന്നെയാണ് ഇടിച്ചതെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തെളിവുകൾ പോലീസുകാർക്ക് കിട്ടിയോ എന്ന അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇടപെടൽ മൂലം എല്ലാ തെളിവുകളും തേച്ചു മായ്ച്ചു കളഞ്ഞു എന്നത് അവന് മനസ്സിലാവുന്നു. ലിസയുടെ അച്ഛൻ ഒരു രാഷ്ട്രീയ നേതാവാണല്ലോ. കൂടാതെ ഒരു പട്ടിയാണ് തന്റെ വണ്ടി ഇടിച്ചതെന്ന് പറഞ്ഞു ലിസ ആ ഒരു ജീവനെ അപമാനിച്ച് കാറ് നിഷ്പ്രയാസം റെഡിയാക്കി എടുത്തു. ശേഷം ലിസയുടെ കാറ് റെഡിയാക്കിയ കട പോലും പിന്നീട് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ലിസയ്ക്കെതിരെയുള്ള തെളിവായി അവശേഷിക്കരുത് എന്ന കാര്യം കൊണ്ട് റോഡ് വികസനം എന്ന പേരിൽ ആ ഒരു വർക്ക്ഷോപ്പ് പോലും അവിടെ നിന്ന് പൊളിച്ചു നീക്കി. എന്തിനേറെ യോക്കി എന്നൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു, അവൾ പിന്നീട് ഇങ്ങനെ ഒരു അപകടത്തിൽ മരിച്ചു എന്നിങ്ങനെ യോക്കിയെ പറ്റിയുള്ള സകല കാര്യങ്ങളും തേച്ചു മായിച്ച് കളയാനും ലിസയുടെ അച്ഛന് കഴിഞ്ഞിരുന്നു. അവൾ ഒരു അനാഥയും കൂടി ആയിരുന്നതുകൊണ്ട് അവർക്ക് അത് കുറച്ചുകൂടെ എളുപ്പമായി എന്ന് തന്നെ പറയാം. തന്റെ മകൾ അലക്ഷ്യമായി കാർ ഓടിച്ച് ഒരു പെൺകുട്ടിയുടെ ജീവൻ എടുത്തു എന്നത് തന്റെ മകളുടെ ഭാവിക്കും തന്റെ രാഷ്ട്രീയ ജീവിതത്തിനും പേരിനും പ്രശസ്തിക്കും ഒന്നും തന്നെ ഒരു കോട്ടം വരുത്തരുതെന്ന കാര്യം കൊണ്ട് മകൾ ചെയ്ത മനസാക്ഷിയില്ലാത്ത ആ ഒരു ക്രൂര കൃത്യം അച്ഛൻ അതിവിദഗ്ധമായി മറയ്ക്കാൻ ആവുന്നതൊക്കെ ചെയ്തു. വണ്ടി ഇടിച്ചത് അറിയാതെ ആയിരിക്കാം, അല്ലെങ്കിൽ അവളുടെ റാഷ് ഡ്രൈവിംഗ് കൊണ്ടായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇടിച്ച ശേഷം ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള ഒരു മനസ്സ്, അതാണ് അവിടെ ഒരു ജീവനെ നഷ്ടമാക്കിയത്. അങ്ങനെ അവൾക്കെതിരെ സകല തെളിവുകളും ശേഖരിച്ച് ഇവൾ ചെയ്ത ഈ തെറ്റ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതായിരുന്നു മാക്കിന്റെ ലക്ഷ്യം. അതിനായി അവളെ കൊണ്ട് തന്നെ സത്യങ്ങൾ പറയിപ്പിച്ച് അത് ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യാം. ഈ സമയത്ത് താൻ പറയുന്ന ഈ കാര്യങ്ങൾ ഒളിക്യാമറ വെച്ച് ഇവൻ ഷൂട്ട് ചെയ്ത് ഇതുപോലെ ലൈവായി ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണെന്ന് അറിയാതെ ലിസയും അതെ ഞാൻ തന്നെയാണത് ചെയ്തത്, എന്റെ അച്ഛൻ തന്നെയാണ് ഇതൊക്കെ മറിച്ച് എന്നെ സഹായിച്ചത് എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പോകുന്നു. അങ്ങനെ അതെല്ലാം ലൈവായി തന്നെ എല്ലാ ജനങ്ങളും കേട്ട് മനസ്സിലാക്കുന്നു. ഒരു മീറ്റിംഗിലെ തിരക്കായിരുന്ന ലിസയുടെ അച്ഛൻ ഇതൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് ഈ ഒരു വീഡിയോയെ പറ്റി അറിയുന്നത് തന്നെ. വേഗം തന്നെ അത് നിർത്തിക്കാനായി തന്റെ ആൾക്കാരോട് അയാൾ നിർദ്ദേശവും നൽകുന്നു. അപ്പോഴേക്കും സത്യങ്ങൾ ലിസയെ കൊണ്ട് ഏറ്റു പറയിപ്പിച്ച ശേഷം അവളെയും കൊന്ന് താനും മരിക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി മാക്കിനുണ്ടായിരുന്നു. അവൻ അതിനായി കിട പോലും അറിയാതെ കിടയുടെ ബോസിനെ കൊണ്ട് കുറച്ച് സ്ഫോടക വസ്തുക്കൾ കൈക്കലാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുറിയിൽ. അതിപ്പോ ഈ ലൈവ് ടെലികാസ്റ്റിന്റെ ഈ ഒരു ഭാഗമാകുമ്പോഴാണ് കിടയ്ക്ക് മനസ്സിലാവുന്നത്. കിട മാക്ക് അവന്റെ ജീവൻ നഷ്ടപ്പെടുത്താതിരിക്കാനായി വേഗം തന്നെ അവന്റെ അടുത്തേക്ക് പുറപ്പെടുന്നു. കിട അങ്ങനെ പ്രതീക്ഷിച്ച പോലെ ആ ഒരു ഹോട്ടൽ റൂമിന്റെ അവിടെ എത്തുന്നുണ്ടെങ്കിലും മാക്ക് താൻ ഈ ഒരു ഹോട്ടൽ റൂമിൽ വെച്ചാണ് ലിസയെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ ആ റൂമിൽ എത്തുന്ന കിടയ്ക്ക് അവൻ തന്നെ പറ്റിച്ചതാണ്. താൻ രക്ഷപ്പെടുത്താൻ വരും, ഈ ലൈവ് ടെലികാസ്റ്റ് കണ്ട് ഇത് തടഞ്ഞാലോ എന്ന് പേടിച്ചിട്ട് അവൻ മറ്റൊരു റൂമിലായിരുന്നു കാര്യം പ്ലാൻ ചെയ്തതെന്ന് മനസ്സിലാക്കി കിടയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ അവനുള്ള അതേ ഹോട്ടൽ ബിൽഡിംഗിലെ തന്നെ കുറച്ചേറെ മാറിയുള്ള ഒരു മുറി തീഗോളമായി മാറുന്നത് നമുക്ക് കാണാം. അതെ, ആ മുറിയിലായിരുന്നു മാക്ക് ലിസയോടുള്ള പ്രതികാരം വീട്ടിയത്. എന്തേലും അത് കിടയെ സംബന്ധിച്ച് വലിയൊരു ട്രാജഡിയാണ്. അവൻ അവന്റെ പ്രിയപ്പെട്ട 2 കൂട്ടുകാരെയാണ് ഒരേ ആള് മുഖാന്തരം നഷ്ടപ്പെട്ടത്. അവൻ ആരോടും ഇനി പ്രതികാരം വീട്ടാനില്ല, കാരണം കുറ്റവാളിയും ഇതോടുകൂടി മരണപ്പെട്ടു. അങ്ങനെ ആകെ ശോകമായി ആളുകളുടെ അശ്രദ്ധ എത്രയോ ജീവനുകളാണ് തകർക്കുന്നത് എന്ന ആ ഒരു തിരിച്ചറിവ് നമുക്ക് നൽകിക്കൊണ്ട് അവന്റെ സുഹൃത്തായിരുന്ന യൂക്കിയെയും മാക്കിനെയും ഓർത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു സിനിമ വളരെ മനോഹരമായി ഇൻട്രസ്റ്റിംഗ് ആയി തന്നെ വലിയൊരു മോറലാണ് കൺവേ ചെയ്തത് അല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.